ദേ ഇതിൽ കാണുന്ന ഏതെങ്കിലും വണ്ടി ഈ വഴി പോകുന്ന കണ്ടായിരുന്നു? ഞങ്ങൾ കണ്ടില്ല സാറേ. നന്ദിനി, തനിക്ക് എന്താ സംഭവിച്ചത്? ഒരു പിടിയും കിട്ടുന്നില്ല. സാർ, എനിക്ക് ഇൻസ്പെക്ടറെ ഒന്ന് കാണണമായിരുന്നു. സാർ അകത്തുണ്ട്. ഗുഡ് മോർണിംഗ് സാർ. ഇരിക്കെ. എന്താ കാര്യം? സാർ, സാർ ഒരു നിമിഷം. സാർ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ മിസ്സിംഗ് ആണ്. ഈ കാണുന്ന ഏതൊരു വണ്ടിയിലാണ് കൊണ്ടുപോയത്. ഈ വണ്ടികൾ ഇതിലെ പാസ് ചെയ്തിരുന്നു സാർ. ആ, വണ്ടി ഇതുവഴി കടന്നു പോയിട്ടുണ്ട്. ഞാൻ കണ്ടായിരുന്നു. സാർ, ഏത് ദിശയിലേക്കാണ് പോയെന്ന് അറിയോ? സോറി, നല്ല ട്രാഫിക് ആയിരുന്നു. അതിനിടയിലാണ് കണ്ടേ. അത് പിന്നെ സാറേ, അത് എങ്ങോട്ടാ തിരിഞ്ഞതെന്ന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. നിങ്ങൾ സ്റ്റേഷനിൽ പരാതി കൊടുത്തോ? അത് ഒരു സെക്കൻഡ്. അച്ഛാ. സൂര്യ, ഞാൻ പോലീസ് സ്റ്റേഷനിലാണ്. നീ പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വാ. അച്ഛാ, ഞാനിവിടെ ട്രാഫിക്കിൽ നിൽക്കുന്ന പോലീസുകാരനോട് വണ്ടിയെപ്പറ്റി ചോദിച്ചു. ആ വണ്ടി ഇതുവഴി പാസ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ എങ്ങോട്ടാ പോയിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. നീ അവിടെ നിന്ന് സമയം കളഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നീ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വാ. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ്. ഞാനിപ്പോ SI സാറിന്റെ മുന്നിലാണ് ഇരിക്കുന്നത്. ശരി അച്ഛാ, ഞാൻ ഇപ്പോൾ വരാം. സാർ, താങ്ക്സ്. ശരി. എന്ത് കഷ്ടമാ മമ്മി. എത്ര സന്തോഷത്തോടെയാ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചത്. അവിടെ ചെന്നപ്പോ അതിന് മുടക്കം വരുത്താനായിട്ട് അവളുണ്ടായി. ഇപ്പതേ നമ്മൾ ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ കാവല് കിടക്കാൻ അവള് കാരണമായില്ലേ? ആന്റി, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രധാന ദിവസം ഉണ്ടാവുമ്പോ ഇവളെങ്ങനെ ആന്റി മിസ്സിംഗ് ആവുന്നേ? അതിന്റെ പുറകിൽ എന്തെങ്കിലും കള്ളക്കളി ഉണ്ടാവുമോ? പറഞ്ഞ ആർക്കും അത് മനസ്സിലാവില്ല വിജയ്. അച്ഛനും മോനും അവളെക്കാൾ മികച്ച ഒരു മാലാഖ ഈ ലോകത്തില്ലല്ലോ.